ചിത്രേ, നമ്മൾ കുറച്ച് നാൾ മുമ്പ് ഒരു വിഷയത്തെ പറ്റി ചർച്ച ചെയ്തിട്ടുണ്ടായിരുന്നു, ഒരു ലിവിങ് റിലേഷൻസിനെ പറ്റി. അപ്പോൾ അതിൻ്റെ അടിയിൽ ഒരു സ്ത്രീ വന്ന് കമൻറ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു. അവർക്ക് 2 മക്കളുണ്ട്. അതിന് ശേഷം അവരുടെ ആദ്യത്തെ ബന്ധത്തിന് ശേഷം അവർ ഒരു ലിവിങ് റിലേഷനിൽ പെട്ടുകിടക്കുകയാണ്. അതിൽ നിന്ന് അവർക്ക് പുറത്തേക്ക് വരാൻ പറ്റുന്നില്ല. മക്കളുണ്ടായതിനു ശേഷം ലിവിങ് റിലേഷൻ പോകുന്നത് നല്ലതാണോ അല്ലേ എന്നുള്ളതിനെ പറ്റി ഒരു ചർച്ച ചെയ്യണേന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു. ചിത്ര എന്താ വിചാരിക്കുന്നത്? 2 കുട്ടികളായതിനു ശേഷം അത്തരത്തിലൊരു ലിവിങ് റിലേഷൻസിലേക്ക് പോകുന്നത് എത്രത്തോളം ടാസ്ക് ഉള്ളൊരു കാര്യമാണ്? ടാസ്ക് ആണെന്നാണ് എനിക്ക് തോന്നുന്നത്. കാരണം എന്താന്ന് വെച്ചാൽ ഇത് പിന്നെ ഓരോരുത്തരെ ഡിപ്പെൻഡ് ചെയ്തിരിക്കും, അവരവരുടെ ഒരു സ്വഭാവവും കാര്യങ്ങളും ഒക്കെ ഡിപ്പെൻഡ് ചെയ്തിരിക്കും അതിനകത്ത് മുന്നോട്ട് പോകുന്ന കാര്യം. പിന്നെ കുട്ടികളുടെ കാര്യം സേഫ് ആണോ എന്നുള്ളത് നമുക്ക് അറിയാൻ പറ്റില്ല. അതും ഈ പറഞ്ഞ ഓപ്പോസിറ്റിലുള്ള ആ ഒരു പാർട്ട്ണറിനെ ഡിപ്പെൻഡ് ചെയ്തിരിക്കും എന്നുള്ളത് മാത്രമേ ഉള്ളൂ. ഇതിനകത്ത് എല്ലാവർക്കും ഒരേപോലെ സംഭവിക്കില്ലല്ലോ. അതായത് പലർക്കും പല പല രീതിയിലുള്ള സാഹചര്യങ്ങളായിരിക്കും. അതൊക്കെ മുന്നോട്ട് എങ്ങനെ പോകുന്നു, എങ്ങനെ അത് നല്ല രീതിയിൽ മാനേജ് ചെയ്ത് കൊണ്ടുപോകുന്നു എന്നത് അടിസ്ഥാനമാക്കിയായിരിക്കും ഇങ്ങനത്തെ ഉള്ള കാര്യങ്ങളൊക്കെ നിൽക്കുക. പിന്നെ ലിവിങ് ആണെങ്കിലും മാരേജ് ആണെങ്കിലും ഇതിനൊക്കെ റിസ്ക് ഫാക്ടർ ഉണ്ട് എന്നുള്ളതാണ്. അത് ഏതായാലും ഇപ്പം വെറുതെ ഒരു റിലേഷൻഷിപ്പ് തുടങ്ങുകയാണെന്നുണ്ടെങ്കിൽ പോലും അതിന് അതിൻ്റെതായിട്ടുള്ള റിസ്കുകളും കാര്യങ്ങളും ഒക്കെ ഉണ്ട്. നമുക്ക് ഇന്നത് എന്നുള്ളത് പറയാൻ പറ്റില്ല. എനിക്ക് ആ ഒരു സ്ത്രീയുടെ അവര് ഷെയർ ചെയ്തത് നോക്കിയപ്പോൾ മനസ്സിലായ ഒരു കാര്യം എന്ന് പറയുന്നത്, ഇവര് മാരീഡ് ആയതിനു ശേഷം 2 കുട്ടികൾ ഉണ്ടായി. ചിലപ്പോൾ അവർ സെപ്പറേറ്റഡ് ആയതിനു ശേഷമാണ് ഇവർ ഒരു ലിവിങ് റിലേഷനിലേക്ക് പോകുന്നത്. അപ്പോൾ ആ ലിവിങ് റിലേഷനിൽ നിന്ന് അവർക്ക് പുറത്തു വരാൻ പറ്റുന്നില്ല. അതാണ് അവരുടെ പ്രശ്നം. അവിടെയാണ് അവർ നമ്മളോട് ഇതിനെ പറ്റി ഇത് ഓക്കെ ആണോ അല്ലെങ്കിൽ എന്താ ചെയ്യേണ്ടതെന്നുള്ളൊരു ചോദ്യമാണ് അവർ ചോദിച്ചിട്ടുള്ളത്. മേ ബി ചുറ്റുപാടുകളുള്ള ആൾക്കാർ ഇനി എന്ത് സംസാരിക്കും, അല്ലെങ്കിൽ ഇനിയിപ്പോൾ ഇതിൽ നിന്ന് പുറത്തേക്ക് ചിലപ്പോൾ അവരുടെ ആ ഒരു സിറ്റുവേഷൻ കൊണ്ട് അയാളെ പാർട്ട്ണർ എന്ന രീതിക്ക് അപ്പുറത്തേക്കും ഇമോഷണലായിട്ടും അല്ലെങ്കിൽ കൂടെ ഒരാൾ അങ്ങനെ നിർത്തിയിരിക്കുകയായിരിക്കാം. അത്തരം സാഹചര്യങ്ങളിൽ കൂടെ കടന്നു പോകുന്ന സ്ത്രീകളും പുരുഷന്മാരും ഉണ്ട്. അപ്പോൾ ലിവിങ് റിലേഷൻസ് എന്ന് പറയുന്നത് ഭയങ്കര ഓപ്പൺ ആയിട്ടൊക്കെ ലിവിങ് ടുഗദർ ചെയ്യുന്ന ആൾക്കാർ, ഇപ്പോൾ മൈത്രേനോടൊക്കെ നമ്മൾ പോയി ചോദിക്കുകയാണെങ്കിൽ വളരെ രസകരമായി അല്ലെങ്കിൽ ലിവിങ് ടുഗദറിന്റെ റിസ്ക് ഫാക്ടർ അല്ലാത്തൊരു വേർഷൻ നമുക്ക് കാണാൻ പറ്റും. പക്ഷെ ഇപ്പുറത്ത് എന്ന് പറഞ്ഞാൽ ഈ സ്ട്രഗിൾ ചെയ്യുന്നുണ്ട്, മുൻകാല ബന്ധങ്ങളെ പറ്റി കൊത്തി നോവിച്ച് ഇവരെ ഇവിടെ തന്നെ കെട്ടിയിട്ടിരിക്കുന്ന ഒരു അവസ്ഥ. അതിൻ്റെ അകത്തിൽ ഈ മക്കളെ പോലും ഒരു പ്രധാന അല്ലെങ്കിൽ അവരെ പോലും ബാധിക്കുന്ന രീതിയിലേക്ക് പോകുന്നൊരു അവസ്ഥ. ഈ സ്ത്രീയുടെ കമന്റിനടിയിൽ ഒരുപാട് പേര് കമന്റ് ചെയ്തിട്ടുണ്ടായിരുന്നു, നിങ്ങൾ അതിൽ നിന്ന് പുറത്തേക്ക് വരാൻ നോക്ക്, അതായിരിക്കും നിങ്ങൾക്ക് നല്ലത്. ഇത്തരത്തിലുള്ളൊരു കാര്യം ചിലപ്പോൾ ഫാമിലിയിൽ നിന്ന് തന്നെ ഇവർ ഒറ്റപ്പെട്ടിട്ടായിരിക്കാം നിൽക്കുന്നത്. ഇങ്ങനെ ഒരു മാരേജിന് ശേഷം ഒരു ലിവിങ് റിലേഷനിലാണ് നിൽക്കുന്നതെന്ന് പറയുമ്പോഴത്തേക്കും ഇപ്പോഴും നമുക്ക് അംഗീകരിച്ചു കൊടുക്കാൻ പറ്റാത്തൊരു പാട്രിയാർക്കിക്കൽ സൊസൈറ്റിയും ഫാമിലീസും ആണ് നമുക്കിവിടെ ഉള്ളത്. അപ്പോൾ അതിൽ നിന്നും സ്ട്രഗിൾ ചെയ്തിട്ടൊരു ലിവിങ് റിലേഷൻ തിരഞ്ഞെടുക്കുന്ന പലർക്കും അതിൽ നിന്ന് പുറത്തേക്ക് വരാൻ വളരെ ബുദ്ധിമുട്ടായിരിക്കും. വൺസ് ഒരു പ്രശ്നം ഉണ്ടായിക്കഴിഞ്ഞാൽ നമുക്കത് സോൾവ് ചെയ്യാം, രണ്ടാമതൊരു പ്രശ്നം ഉണ്ടായിക്കഴിഞ്ഞാൽ നമുക്കത് സോൾവ് ചെയ്യാം, മൂന്നാമതും ആ പ്രശ്നം എന്താ പറയുക കണ്ടിന്യൂ ചെയ്ത് പോവുകയാണ്, അത് തിരുത്താൻ ആരും തയ്യാറല്ല എന്നുണ്ടെങ്കിൽ ലിവിങ് ആണെങ്കിൽ കുറച്ചുകൂടി എളുപ്പമാണ് നമുക്ക് പോരാൻ വേണ്ടി എന്നുള്ളൊരു ധാരണയുണ്ട്. പക്ഷെ ഇമോഷണലി ഇങ്ങനെ ബോണ്ടഡ് ആയിട്ട് കിടക്കുമ്പോഴേക്കും അതിനകത്തുനിന്ന് പോരാൻ എപ്പോഴും ബുദ്ധിമുട്ടാണ്. അതിപ്പോ മാരേജ് ലൈഫ് ആണെന്നുണ്ടെങ്കിലും ഒരു എന്താ ലിവിങ് ആണെങ്കിലും റിലേഷൻഷിപ്പ് ആണെങ്കിലും നമ്മൾ കേട്ടിട്ടില്ലേ ട്രോമ ബോണ്ടിങ് എന്നൊക്കെ പറഞ്ഞിട്ട് നമ്മൾ കേട്ടിട്ടില്ലേ. അപ്പൊ അതുപോലത്തെ ഒരു ബോണ്ടിങ് ഒക്കെ ആണെങ്കിൽ ബുദ്ധിമുട്ടാണ്. ഈ വന്ന് കമന്റ് എഴുതി ഇടുന്നതിനോട് എനിക്ക് പ്രത്യേകിച്ച് അങ്ങനെ വലിയൊരു താല്പര്യമില്ല. കാരണം എന്താണെന്ന് വെച്ചാൽ നമ്മൾ ഇങ്ങനത്തെ ഒരു സിറ്റുവേഷനിലാണ് എന്നുള്ളത് വേറെ കുറെ ആളുകൾ അറിയിക്കുകയാണ്. അപ്പൊ അവരുടേതായിട്ടുള്ള സഹതാപം കിട്ടാനോ ഒരു അറ്റൻഷൻ സീക്കിങ്ങിന് വേണ്ടിയിട്ടോ ഒക്കെ ആയിരിക്കാം മേ ബി അങ്ങനെയൊക്കെ വന്ന് കമന്റ് ചെയ്യണം. നമുക്ക് എന്തെങ്കിലും പ്രശ്നങ്ങൾ ഉണ്ടെങ്കിൽ അത് പേഴ്സണലി ആരോടെങ്കിലും ചോദിക്കുക, അതിനുള്ള ഉപദേശങ്ങൾ ചോദിക്കുക എന്നുള്ളതല്ലാതെ കമന്റ് എഴുതിയിടുമ്പോൾ എന്താണ് അതിനകത്തുനിന്ന് കൂടി ഒരു സൊല്യൂഷൻ കിട്ടണമെന്നുള്ളത് എനിക്കറിയില്ല. ഇങ്ങനത്തെ കുറെ ഇഷ്യൂസും കാര്യങ്ങളൊക്കെ ഉണ്ടാവുമ്പോഴേക്കും പുറത്ത് പറയാൻ പറ്റുന്നില്ല എന്ന് പറയുന്നത് നമുക്ക് ഭയങ്കര ഒരു ബുദ്ധിമുട്ടുള്ള കാര്യമാണ്. കാരണം ആരെങ്കിലും കേൾക്കാൻ ഉണ്ടാവണം എന്നുള്ളതാണല്ലോ നമ്മുടെ എല്ലാവരുടെയും ഒരു ആവശ്യം. പക്ഷെ അങ്ങനെ ഒരാളെ നമ്മൾ കണ്ടുപിടിക്കണം എന്നുള്ളത്, അതിപ്പോ ഞാൻ പറയണത് വേറൊരു റിലേഷൻഷിപ്പ് തുടങ്ങണം എന്നുള്ളതല്ല, നമ്മൾ ആരെങ്കിലും നമ്മുടെ ഒരു അവസ്ഥ പറയാൻ വേണ്ടിയിട്ട് അറ്റ്ലീസ്റ്റ് ഒരു കൺസൾട്ടിങ്ങിനെങ്കിലും പോകണം എന്നുള്ളതാണ്. നമ്മൾ ഈ തന്നെ നമ്മൾ പ്രശ്നം സോൾവ് ചെയ്യുമ്പോൾ ഒന്നാമത്തെ കാര്യം ഒരുപാട് ടൈം എടുക്കും ഇതിനകത്തുനിന്ന് പുറത്തേക്ക് വരാൻ വേണ്ടിയിട്ട്. അല്ല നമുക്കൊരു ഉള്ളിലൊരു കറേജ് ഉണ്ട് എന്നുണ്ടെങ്കിൽ നമുക്ക് തന്നെ ഇത് സോൾവ് ചെയ്യാവുന്നതേ ഉള്ളൂ. അങ്ങനത്തെ ഒരു കറേജ് എല്ലാവർക്കും
കിട്ടണം എന്നില്ല. അപ്പൊ അതുകൊണ്ട് ഒരാളോട് ഇത് കാര്യങ്ങൾ, ഒരു മെച്ചോർഡ് ആയിട്ടുള്ള ഒരാളുടെ അടുത്ത് ഈ ഒരു കാര്യങ്ങൾ പറഞ്ഞിട്ട് അവരുടെയും കൂടി ഒരു സജഷൻ ചോദിക്കുന്നത് വളരെ നന്നായിരിക്കും. ഇല്ലാണ്ട് ഈ കമന്റ് എഴുതിയിരുന്നതിനോട് എനിക്കത്ര അതിനോട് ഞാൻ വിയോജിപ്പാണ് കാണിക്കുന്നത്. പിന്നെ ഇങ്ങനത്തെ ഉള്ള എന്താ പറയാ, ഈ ലിവിങ് ആണെന്നുണ്ടെങ്കിൽ നമുക്കിപ്പോ പോരാൻ എളുപ്പമാണെന്നൊക്കെ പറഞ്ഞല്ലോ. എന്തെങ്കിലും ഒരു പ്രശ്നം ഉണ്ടെന്നുണ്ടെങ്കിൽ നമ്മൾ ഇങ്ങനെ കടിച്ചു തൂങ്ങി കിടക്കുന്നതിനെക്കാട്ടിലും ബെറ്റർ നമുക്ക് അതിനകത്തുനിന്ന് പോരുന്നതായിരിക്കും നല്ലത്. സമ്മതിക്കാത്ത കുറെ ആൾക്കാരുണ്ട്. ചിത്രയ്ക്ക് കുറെ കാലം മുമ്പ് ഇവിടെ റിപ്പോർട്ട് ചെയ്തൊരു കേസായിരുന്നു. ആൺ സുഹൃത്ത് മകനെ എറിഞ്ഞിട്ട് അവന്റെ തല, അല്ലെങ്കിൽ ആ കുട്ടി മരിച്ചുപോയി. അതിനകത്തില് ഇവർക്ക് ഫാമിലി ഉണ്ടായിരുന്നു. അതിൽ നിന്ന് ഭർത്താവിൽ നിന്ന് പിരിഞ്ഞ് ഈ ആൺസുഹൃത്തിനൊപ്പം, ഇവരെക്കാട്ടി ഇളയതാണ്, ആൺസുഹൃത്തിനൊപ്പം ജീവിക്കുകയായിരുന്നു. അപ്പോൾ ചെറിയ കുട്ടീനെ ഇയാള് കട്ടിലെടുത്ത് അടിക്കുകയെന്നാണ് ചെയ്യുന്നത്. എന്നിട്ട് അവന്റെ സ്കളൊക്കെ പൊട്ടി. ആ ഒരു കേസ് ഇവിടെ റിപ്പോർട്ട് ചെയ്തിട്ടുണ്ടായിരുന്നു. പേര് ഞാൻ മറന്നുപോയി. അതിന്റെ അകത്ത് ഈ ആൺ സുഹൃത്ത് നിരന്തരമായി കുഞ്ഞിനെ ഉപദ്രവിക്കുന്നുണ്ടായിരുന്നു. ഇവർക്ക് മറ്റ് ചോദിക്കാൻ ആരും ഇല്ല. അതേപോലെ തന്നെ ഇവരെ ഒരു റിലേഷൻ കഴിഞ്ഞില്ലെങ്കിൽ ഒരു ഭർത്താവിൽ നിന്നും ഭർത്താവ് ഉപേക്ഷിച്ചു പോയൊരു സ്ത്രീയെ അയാൾ ഒരു അടിമയെ പോലെ ആയിരുന്നു ഇവരെ കൊണ്ട് നടന്നിട്ടുണ്ടായിരുന്നത്. എന്നിട്ടും അവസാനം ഈ ഒരു കുഞ്ഞിന്റെ മരണത്തിലേക്കൊക്കെ പോകുന്ന സമയത്താണ്, അല്ലെങ്കിൽ ആ കുഞ്ഞ് മരണപ്പെട്ടതിന് ശേഷമാണ് ഇങ്ങനെ ഒരു അവസ്ഥയെ പറ്റി പൊതുസമൂഹത്തിലേക്ക് എത്തുന്നത് പോലും. അപ്പൊ ഇങ്ങനെ എത്രയോ ആൾക്കാർ പെട്ടുകിടക്കുന്നുണ്ടായിരിക്കാം ഇത്തരത്തിലുള്ള ഉപദ്രവങ്ങൾ സഹിച്ച്. ഇതൊക്കെ ഈ പറയുന്ന മാരീഡ് ആണെങ്കിലാണ് നമുക്ക് വാലിഡ് ആയിട്ടുള്ള ഒരു കേസുമായിട്ട് മുന്നോട്ട് പോകാൻ പറ്റുന്നത്. ഇത്തരമുള്ള ആൾക്കാരെ നമുക്ക് പോയി തപ്പിയെടുക്കാൻ പോലും പറ്റത്തില്ലായിരിക്കും. ഒരു കാര്യം എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ, ഇപ്പൊ ആദ്യം പറഞ്ഞ പോലത്തെ കേസസ് ഒക്കെ ആണെന്നുണ്ടെങ്കിൽ ആദ്യമേ ഇങ്ങനത്തെ ഒരു കുട്ടിയൊക്കെ ഉള്ള ഒരു കേസ് ആണെന്നുണ്ടെങ്കിൽ ആദ്യമേ അവരുമായിട്ട് കമ്മ്യൂണിക്കേറ്റ് ചെയ്യുന്നത് വളരെ നന്നായിരിക്കും. ഈ കുട്ടിയുടെ അടുത്തുള്ള ഒരു സമീപനം എങ്ങനെയാണെന്നുള്ളത് ആദ്യം അറിയണം. അവരോട് ചോദിച്ചു കഴിഞ്ഞാൽ അവർ വേറെ ഭയങ്കര വെള്ള പൂശിയിട്ടുള്ള കാര്യങ്ങളായിരിക്കും പറയുന്നത്. നമുക്ക് അവരുടെ പ്രവൃത്തിയിലൂടെയും സംസാരത്തിലൂടെയൊക്കെയാണ് നമുക്ക് അവരുടെ അടുത്തുനിന്ന് അങ്ങനത്തെ ഒരു കാര്യം നമുക്ക് മനസ്സിലാക്കിയെടുക്കാൻ പറ്റുള്ളൂ. ഇതറിഞ്ഞാൽ മാത്രമേ നമ്മൾ മുന്നോട്ട് പോയിട്ട് കാര്യമുള്ളൂ. അല്ല, കുട്ടീനെ നോക്കുന്നില്ല എന്നുണ്ടെങ്കിൽ ഇതൊന്നും പ്രശ്നമില്ല. കുട്ടീനെയും കൂടെ കൊണ്ടുപോയിട്ട് ആ കുട്ടീനെ നരകിപ്പിക്കാനായിട്ടുള്ള ഒരു അവസ്ഥ വരുത്തിയെടുക്കരുത്. അങ്ങനത്തെ എന്തെങ്കിലും ഉണ്ടെന്നുണ്ടെങ്കിൽ അപ്പൊ തന്നെ ഭയ പറഞ്ഞു പോയേക്കുക എന്നുള്ളത് മാത്രമേ പറയാനുള്ളൂ. കാരണം ആദ്യമൊക്കെ നമുക്ക് ഓക്കെ ആയിരിക്കും. ചിലപ്പം എന്തെങ്കിലും വഴക്ക് പറഞ്ഞിട്ട് നല്ലതിനല്ലേ വഴക്ക് പറഞ്ഞെന്നുള്ളത് നമ്മൾ വിചാരിക്കും. പിന്നീട് പോകെ പിന്നെ ഒരു കാര്യം നമ്മളെല്ലാവരുടെ മനസ്സിൽ എപ്പോഴും കിടക്കേണ്ട ഒരു കാര്യമാണ് ബ്ലഡ് എന്ന് പറയുന്നത്. അതായത് ബ്ലഡ് റിലേഷൻ എന്ന് പറയുന്നത് അത് ഉള്ളത് തന്നെയാണ്. ഇപ്പം എന്റെ കുഞ്ഞാണെങ്കിൽ മാത്രമാണ് എനിക്ക് ആ കുഞ്ഞിനോടൊരു എന്താ പറയാ അഗാധമായിട്ടുള്ളൊരു അടുപ്പം ഉണ്ടാവുള്ളൂ. അല്ലെങ്കിൽ എൻ്റെ ഒരു ദേഹത്ത് ഒരു മുറിവ് ഏൽപ്പിച്ചാൽ പോലും ആദ്യം ഒന്ന് ചീത്ത പറഞ്ഞിട്ട് ആ കുഴപ്പമില്ല പോട്ടെ എന്നുള്ളത് ആത്മാർത്ഥതയോടുകൂടി പറയാൻ പറ്റുന്നത് ആ ഒരു റിലേഷന് മാത്രമേ ഉള്ളൂ. അത് അച്ഛനായിക്കോട്ടെ അമ്മയായിക്കോട്ടെ. ഇപ്പം അച്ഛന്റെ അമ്മയാണെന്നുണ്ടെങ്കിലും അമ്മയുടെ അമ്മയാണെങ്കിലും അച്ഛനാണെങ്കിലും അവരുടെ പാരന്റ്സ് ഒക്കെ ആണെന്നുണ്ടെങ്കിലും നമ്മൾ ആദ്യമേ ആ പോട്ടെ എന്ന് പറയുന്നത് അത്രത്തോളം ഈ അമ്മയുടെ അച്ഛന്റെ ആത്മാർത്ഥതയോടുകൂടി ആയിരിക്കില്ല. അതിനേക്കാട്ടിലും കുറച്ചുകൂടി ഡിസ്റ്റന്റ് ആയിട്ടുള്ള റിലേഷൻ ആയിരിക്കും വേറെ പുതിയ ഒരാള്, പുറത്തുനിന്ന് ഒരാള് വന്നിട്ട് അച്ഛനായിട്ടോ അമ്മയായിട്ടോ വന്ന് നിൽക്കുമ്പോഴേക്കും കാണുന്നത്. അതിനകത്ത് ഒരു ബ്ലഡ് റിലേഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് ഉള്ള സാധനം തന്നെയാണ്. ആർക്കും അങ്ങനെ റീപ്ലേസ് ചെയ്യാൻ പറ്റില്ല. അപ്പൊ അതുകൊണ്ട് നമുക്ക് ഇങ്ങനത്തെ കാര്യങ്ങളിൽ ഭയങ്കര റിസ്ക്കാ. അതായത് ഒരു കുട്ടി ഉണ്ട് എന്നുണ്ടെങ്കിൽ ഭയങ്കര റിസ്ക് ഉള്ള ഒരു കാര്യം തന്നെയാണ്. നമുക്ക് ആദ്യമേ ഒക്കെ കമ്മ്യൂണിക്കേറ്റ് ചെയ്യാൻ പറ്റിയെന്നിരിക്കാം. എൻ്റെ ഒരു കാഴ്ചപ്പാടില് നമുക്ക് അങ്ങനത്തെ ഒരു കറേജ് ഉണ്ട് എന്നുണ്ടെങ്കിൽ നമുക്ക് ഉള്ളിലുള്ള ധൈര്യം തന്നെയാണ്. കാരണം ഇവരെ ഡിപ്പെൻഡ് ചെയ്യേണ്ട വരുന്ന ഒരു അവസ്ഥ വരുമ്പോഴാണ് നമ്മൾ ഇവരെ അടിമയാക്കുന്ന ഒരു സിറ്റുവേഷൻ വരുന്നത്. അല്ലാത്ത പക്ഷം നമ്മൾ ഇങ്ങനത്തെ എന്തെങ്കിലും കാര്യങ്ങളിലേക്ക് ഒരു സ്റ്റെപ്പ് എടുത്ത് വെക്കുകയാണെന്നുണ്ടെങ്കിൽ നമ്മളെ ഇൻഡിപെൻഡന്റ് ആക്കി നമ്മുടെ കാര്യങ്ങൾ, നമ്മുടെ കുട്ടിയുടെ കാര്യങ്ങളും നോക്കാൻ പറ്റുന്ന ഒരു സിറ്റുവേഷനിൽ മാത്രമാണ് നമ്മൾ ഇങ്ങനത്തെ ഒരു ലിവിങ്ങിലേക്കോ അല്ലെങ്കിൽ മാരേജിലേക്കോ ഒക്കെ പോകാൻ പറ്റുള്ളൂ. അതൊരു സെക്കൻഡ് ഒരു ഇതിലേക്ക് കടക്കുമ്പോൾ അങ്ങനെയൊക്കെ പറ്റുള്ളൂ. കാരണം എന്താണെന്ന് വെച്ചാൽ നമ്മൾ അവരെ ഡിപ്പെൻഡ് ചെയ്യുന്നുണ്ട്. അല്ലെങ്കിൽ നമ്മുടെ കുട്ടിയുടെ വേറൊരാളുടെ കുട്ടിയുടെ കാര്യം അയാൾ നോക്കേണ്ട ഒരു അവസ്ഥ വരരുത് എന്നുള്ളതാണ്. എപ്പോ വേണമെങ്കിലും ഇറങ്ങി പോരാൻ പറ്റുന്ന ഒരു റിലേഷൻഷിപ്പ് ആയിരിക്കണം. എനിക്ക് പറ്റുന്നില്ല, അല്ലെങ്കിൽ എന്റെ കുട്ടീനെ നിങ്ങൾ മോശമായിട്ടാണ് ട്രീറ്റ് ചെയ്യുന്നത്, സോ എനിക്ക് നിങ്ങളുടെ ലൈഫിൽ നിൽക്കാൻ താല്പര്യമില്ല എന്ന് പറഞ്ഞിട്ട് തന്നെ ഇറങ്ങി പോകാൻ വേണ്ടിയിട്ടുള്ളൊരു കറേജ് ഉണ്ടാക്കിയിട്ട് വേണം അങ്ങനത്തെ ഒരു റിലേഷൻഷിപ്പിലേക്ക് കടക്കാൻ വേണ്ടിയിട്ട്. ഇല്ലാന്നുണ്ടെങ്കിൽ ഭയങ്കര ഫ്ലോപ്പ് ആയിരിക്കും. കാരണം നമ്മളൊക്കെ ഡിപ്പെൻഡന്റ് ആണെന്ന് തോന്നിക്കഴിഞ്ഞാൽ എല്ലാവരും, ഇപ്പൊ അച്ഛനാണെങ്കിലും അമ്മയാണെങ്കിലും നമ്മുടെ പാർട്ട്ണർ ആണെങ്കിലും മുതലെടുക്കും ഒരു സമയത്ത്. തീർച്ചയായും അത് ഞാൻ എങ്ങോട്ട് പോകും, ഇവിടെ നിന്ന് പോയി കഴിഞ്ഞാൽ അതൊരു വലിയ ചോദ്യമാണ്. നമ്മുടെ അക്കൗണ്ടിലെങ്കിലും
നമ്മുടെ കയ്യിൽ ഒരു മന്ത് എൻഡിൽ ഒരു 10,000 രൂപയെങ്കിലും ഇന്നത്തെ കാലത്ത് ബാക്കി ഉണ്ടായിരിക്കണം. എന്നാൽ മാത്രമാണ് ഇങ്ങനെയുള്ള കാര്യങ്ങളിൽ സർവൈവ് ചെയ്യാൻ പറ്റുള്ളൂ. ചിലവർ പറയുന്നത് കേട്ടിട്ടുണ്ടാവില്ല, അതായത് എൻ്റെ അക്കൗണ്ടിൽ 10 രൂപ പോലും ഉണ്ടായിരുന്നില്ല ഞാൻ അവിടെ നിന്ന് ഇറങ്ങിപ്പോരുമ്പേന്ന്. ഒരു സെലിബ്രിറ്റി തന്നെ പറഞ്ഞിട്ടുള്ള ഒരു വാക്കാണ്. ഒരു 10 രൂപ പോലും ഉണ്ടായിരുന്നില്ല എന്ന്. ആ 10 രൂപ പോലും ഉണ്ടാവാതിരിക്കുമ്പോൾ അവരിറങ്ങി പോകുന്നതും അവരുടെ കയ്യിൽ വേണ്ടത്ര കാശുള്ളപ്പോൾ അവരിറങ്ങി പോകുന്നതും രണ്ടായിട്ടുള്ള ഒരു മെന്റാലിറ്റിയിലാണ് അവർ ഇറങ്ങി പോകുന്നത്. മറ്റേത് ഒട്ടും കോൺഫിഡൻസ് ഇല്ലാതെ ഇനി എന്ത് എന്നുള്ളത് ആദ്യമേ കെട്ടിപ്പടുക്കണം എന്നുള്ളൊരു വിചാരത്തോടു കൂടി ഒന്നും ആലോചിക്കാതെ ഇറങ്ങി പോരുന്നതാണോ നല്ലത്? നമ്മുടെ കയ്യിൽ കുറച്ച് പൈസ ഉണ്ട്, നമുക്ക് ജീവിക്കാൻ പറ്റും, അല്ലെങ്കിൽ നമുക്ക് നമ്മുടെ കുഞ്ഞിനെ നോക്കാൻ പറ്റും, എനിക്കൊരു പാർട്ട്ണറിനെ വേണ്ട, അല്ലെങ്കിൽ ഇങ്ങനെ ഒരു പാർട്ട്ണറെ വേണ്ട എന്നുള്ളത് ആലോചിച്ചിട്ട് നല്ല കോൺഫിഡൻസോട് കൂടി നടന്ന് പോരുന്നതാണോ നല്ലത്? പിന്നെ ഒരു കാര്യം കൂടി, 1, 2, 3, 4 ഫ്ലോപ്പ് ആയെന്ന് വിചാരിച്ച് നിങ്ങളെ സൊസൈറ്റി അങ്ങനെ പറയും ഇങ്ങനെ പറയും എന്നുള്ളത് വിചാരിക്കുകയേ ചെയ്യരുത്. ഇപ്പൊ കല്യാണം എന്നുള്ളൊരു കാര്യം കഴിക്കുന്നില്ല എന്നുള്ളതേ ഉള്ളൂ. എല്ലാവരുടെ ലൈഫും ഒരു ഒന്നിൽ കൂടുതൽ റിലേഷൻഷിപ്പുകൾ ഒരു ലൈഫ് ലോങ് എടുത്തു കഴിഞ്ഞാൽ ഉണ്ടാകും. ഒരു 30 വയസ്സിന്റെ ഉള്ളിൽ എടുത്തു കഴിഞ്ഞാൽ നമുക്ക് എത്ര പേരോട് നമുക്ക് ക്രഷ് തോന്നും, അല്ലെങ്കിൽ എത്ര പേരോട് നമുക്കൊരു റിലേഷൻഷിപ്പും അല്ല ഫ്രണ്ട്ഷിപ്പും അല്ലാത്തൊരിടയിൽ നമുക്ക് നിൽക്കാൻ പറ്റും, അല്ലെങ്കിൽ റിലേഷൻഷിപ്പോട് കൂടി നിൽക്കാൻ പറ്റും, ഫിസിക്കൽ റിലേഷനായിട്ട് കണക്ട് ചെയ്യാൻ പറ്റും. അങ്ങനെ നമുക്ക് നോക്കിക്കഴിഞ്ഞാൽ കുറെ ബോണ്ടുകൾ അവിടെ വരുന്നുണ്ട് ഇതിന്റെ ഇടയ്ക്ക്. അതുകൊണ്ട് ഈ കല്യാണം എന്നുള്ളത് നമ്മൾ ഇപ്പൊ ആൾക്കാരെ അറിയിക്കുന്നുണ്ട് എന്നുള്ളത് മാത്രമേ ഉള്ളൂ, അല്ലെങ്കിൽ നമ്മൾ ഇയാളുടെ ഒപ്പമാണ് ജീവിക്കുന്നത് എന്നുള്ളത് ആൾക്കാരെ അറിയിക്കുന്നുണ്ട് എന്ന് മാത്രമേ ഉള്ളൂ. അതിനകത്ത് ഭയങ്കരമായിട്ടുള്ള ഒരു ബുദ്ധിമുട്ടോ കാര്യങ്ങളോ ഒന്നും തോന്നേണ്ട ആവശ്യമില്ല എന്നുള്ളതേ പറയാനുള്ളൂ.